ഹായ്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇറക്കൽ കഴിഞ്ഞിട്ടോ. വേണ്ട ഇന്നലെ ഇറക്കിയിരുന്നു. ഇപ്പോൾ ഇന്ന് ഓടാൻ പോയി. ഉച്ച കേൾക്കുമ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ചേച്ചി റോഡ് സൈഡിൽ അടയ്ക്കാപ്പഴം വിൽക്കണുണ്ട്. 3 അടയ്ക്കാപ്പഴം മേടിച്ചു. എന്തിന്? നമ്മുടെ കലാപരിപാടിക്ക്, നമ്മുടെ പഴയ പ്രയോഗേ. അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്യല്ലേ. വാ, മുളക് പൊടിയും ഉപ്പും കൂട്ടിയിട്ട് അടിച്ച് മിന്നാം. അപ്പോൾ ആദ്യം നമുക്കിത് വൃത്തിയിൽ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതാ നല്ല വൃത്തിയിൽ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കഷ്ണം കഷ്ണമാക്കാം. ഓക്കെ. നല്ല റോസ് അടയ്ക്കാപ്പഴം, നല്ല പഴുത്ത അടയ്ക്കാപ്പഴം കേട്ടോ. അങ്ങനെ ഇതാ ഒന്ന് ഫുള്ളായിട്ട് നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മാത്രമേ എടുക്കണുള്ളൂ, ബാക്കി 2 അവിടെ ഇരുന്നോട്ടെ. ഇത് മൊത്തത്തിൽ ഞാൻ തന്നെ എടുത്ത് കഴിക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. കുറച്ച് മുളക് പൊടി ആദ്യം ഇടാം, കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇനി ഇത് നന്നായിട്ടൊരു മിക്സ് ആക്കുക. അങ്ങോട്ട് മിക്സ് ആവട്ടെ. ചെറുതായിട്ട് മറന്നു പോയത് ഇതാ ഈ വെളിച്ചെണ്ണ കേട്ടോ. ഇത് മറന്നുപോയി, അത് നമുക്ക് പൊറ്റിക്കാം. അടിപൊളിയായിട്ട് പൊട്ടിക്കട്ടെ ഉപ്പും മുളകും. അങ്ങനെ ഇതാ മിക്സാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി 2 മിനിറ്റ് വരെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒന്നൊരു പൊട്ടിക്കട്ടെ അടയ്ക്കാപ്പഴത്തം. അങ്ങനെ ഇതാ ഒക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കാം. കുറച്ച് മുളക് പൊടി കൂടി, എരിയുണ്ട്. സംഭവം അടിപൊളിയാണ്. അടയ്ക്കാപ്പഴം നല്ല പഴുത്തണം. അല്ല റോസ് നിറം. എരിവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്. ഉപ്പ് കറക്റ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അടയ്ക്കാപ്പഴം നല്ല മധുരമുണ്ട്, വലിയ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. എരിവ് കുറച്ച് കൂടിപ്പോയി. എന്തായാലും കുറച്ച് ബാക്കിയുണ്ട്, നമുക്ക് പിന്നെ കഴിക്കാം. അപ്പം ആദ്യം കുറച്ച് വെള്ളം കുടിക്കാം. അപ്പം ഇനി ഇത് സ്റ്റോപ്പ് ചെയ്തു. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ബൈ.